റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണെന്ന് വേടൻ. ദളിതർ ഇത് ചെയ്താൽ മതി എന്ന തിട്ടൂരമാണ് പ്രസ്താവനയ്ക്ക് പിന്നിൽ. സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ലെന്നും താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഭയക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നതെന്നും വേടൻ പറഞ്ഞു. KP ശശികലയുടെ വിമർശനം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോടായിരുന്നു വേടന്റെ പ്രതികരണം. നിങ്ങളത് ചെയ്താൽ മതി എന്നുള്ളൊരു ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ എന്നുള്ള സാധനമാണ്. ഞാൻ റാപ്പും ചെയ്യും, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഗസലൊക്കെ പാടിയാനെ. ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിലുണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാനെ. ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു പുലബന്ധമില്ലാത്ത ആൾക്കാരെന്ന് പുള്ളിക്കാർ പറഞ്ഞല്ലോ. റാപ്പും പട്ടികജാതിക്കാർ തമ്മിൽ പുലബന്ധമില്ല എന്ന് പറയും. ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. കാളികാവിലെ ആളക്കൊല്ലി കടുവയ്ക്കായുള്ള ഇന്നത്തെ ദൗത്യം വൈകിട്ടോടെ അവസാനിപ്പിച്ചു. കരുവാരക്കുണ്ട് ആർത്തല ചുവന്നകുന്ന് മേഖലയിൽ വൈകിട്ടോടെ കടുവയെ കണ്ടെത്തിയിരുന്നു. വനംവകുപ്പിന്റെ ദൗത്യ സംഘാംഗങ്ങൾ അവിടെ എത്തിയെങ്കിലും ഏറെ തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചെങ്കുത്തായ ഭൂഘടനയുള്ള കൊടുംകാട്ടിൽ ഇരുൾ വീണ ശേഷം ദൗത്യം ദുഷ്കരമായതിനാൽ നിർത്തിവെക്കുകയായിരുന്നു. അതേസമയം കടുവയെ ഇന്നലെ കണ്ട മദാരിക്കുണ്ട് ഭാഗത്ത് കൂടും ലൈവ് ക്യാമറയും സ്ഥാപിച്ചു. കൂടുവെച്ച് മടങ്ങി വന്ന വനംവകുപ്പ് സംഘത്തെ മുക്കട്ടയിൽ നാട്ടുകാർ തടഞ്ഞു. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ചർച്ചകൾക്കൊടുവിൽ വനംവകുപ്പിന്റെ സംഘം പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടാകുമെന്ന് ഉറപ്പുകൊടുത്തോടെയാണ് ഉപരോധം അവസാനിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പഴയ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. പാലക്കി സ്വദേശി അസീസിന്റെ മകൻ 9 വയസ്സുള്ള അഫാസ്, ഹൈദറിന്റെ മകൻ 11 വയസ്സുള്ള അൻവർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഹാഷിക്കിനെയും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ മരിച്ച അൻവറിന്റെ സഹോദരനാണ് ഹാഷിക്ക്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കുളത്തിൽ വെള്ളം ഉയർന്നിരുന്നു. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ടുണ്ട്. ഒരിടവേള കൂടി.